ട്രെയിൻ ക്യാച്ചർ റിസോർട്ടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഞങ്ങളെ കുറച്ച് സ്ഥലം കിട്ടുന്നത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് ഇത് പോകുന്നത്. അപ്പോൾ റിസോർട്ടിൻ്റെ കുറച്ച് ഭാഗം കൂടി ഈ കൂട്ടത്തിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ട്രെയിൻ ക്യാച്ചർ റിസോർട്ടിൻ്റെ അടുത്ത് കിടക്കുന്ന സ്ഥലം തന്നെയാണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്നും കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. ഞങ്ങൾ പിന്നെ വണ്ടിയിലാണ് പോയത്. കുറേ നാളുകളായി ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. ഇവിടെ നേരത്തെ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. തേയിലയും ഒക്കെയായിരുന്നു കൃഷി ചെയ്തിരുന്നത്. ഇപ്പോൾ ഇവിടെ മൊത്തവും പുൽമേടായിട്ട് കിടക്കുകയാണ് കേട്ടോ. ഞങ്ങൾക്ക് പശുക്കളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഒരു പശു മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്ന് നോക്കിയാൽ കിട്ടുന്ന നല്ല അടിപൊളി വ്യൂ ആണ്. മൂന്നാറിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ കാണുന്നതൊക്കെ. വൈകിട്ടൊക്കെ വന്നിരിക്കാൻ പറ്റിയ അടിപൊളി ഒരു സ്ഥലമാണിത്. കാപ്പിക്കുരു സാധാരണ ഡിസംബർ മാസത്തിലൊക്കെയാണ് കാപ്പി പൂത്ത് കാപ്പിക്കുരു ഉണ്ടാകുന്നത്. ഇപ്പം പപ്പയാണ് കാപ്പിക്കുരു പറിക്കാറ്. പപ്പയ്ക്ക് വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ വെറുതെ ഇങ്ങനെ പറമ്പിൽ വന്നപ്പോൾ പറമ്പിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങി എന്നാലും പഴുത്ത കാപ്പിക്കുരു ഉണ്ട്. അപ്പോൾ ഒരാഗ്രഹം കാപ്പിക്കുരു പറിക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ കാപ്പിക്കുരു ഒക്കെ പറിച്ച് മൊത്തം ഉറുമ്പായിരുന്നു കേട്ടോ. ഉറുമ്പെല്ലാം കടിച്ച് ശരിയാക്കി. ഒരു ഏലക്ക എടുക്കാൻ മമ്മി വന്നു. എന്നിട്ട് അപ്പോൾ ഇന്ന് പണിക്കാരെയൊന്നും കിട്ടാത്തതുകൊണ്ട് മമ്മി തനിയെ കുറച്ചങ്ങ് എടുക്കുകയാണ്. അപ്പോൾ മമ്മീനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഞാനും കൂടി എനിക്കറിയില്ല കേട്ടോ എങ്ങനെ ഏലക്ക എടുക്കണമെന്ന്. അപ്പോൾ മമ്മി പഠിപ്പിച്ച് തരികയാണ്. താഴേന്ന് നോക്കിയിട്ട് മൂത്തും നോക്കിയിട്ട് വേണം നമ്മൾ പറിച്ചെടുക്കാൻ. ആദ്യം ഉണ്ടായ കാ വേണം പറിക്കാൻ. ഇങ്ങനെയാണ് പറിച്ചെടുക്കുന്നതെന്നാണ് പറയുന്നത്. പിന്നെ വൈകിട്ടായപ്പോഴത്തേക്കും കുറച്ച് കപ്പയൊക്കെ പറിച്ച് കപ്പ പുഴുങ്ങി. ഇവിടെ പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും രാവിലെ കപ്പയാണ് കേട്ടോ കഴിക്കുന്നത്. കപ്പ കഴിച്ചിട്ട് പറമ്പിലോട്ട് ഇറങ്ങുമ്പോൾ എല്ലാവരും ഉച്ചവരെ ക്ഷീണമൊന്നുമില്ലാതെ പണിയെടുക്കും. ഇത് കണ്ടോ ചെറിയ തക്കാളിയാണ് കേട്ടോ. പിന്നെ ചെറിയ പാവലാണ്. പാവയ്ക്ക് ചെറുതാണെങ്കിൽ നല്ല ടേസ്റ്റായിരുന്നു പാവയ്ക്കത്തോടെ വെച്ചിട്ട്. പിന്നെ അവിടെ കുരുമുളക് ചെടികളാണ് ഇത് കയറ്റി വിട്ടിരുന്നത്. ഇത് ഞങ്ങളുടെ പറമ്പ് തന്നെയാണ് കേട്ടോ. ഇത് ട്രെയിൻ ക്യാച്ചർ റിസോർട്ടിനോട് തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലമാണിത്. ഒത്തിരി പേര് വന്ന് ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് റിസോർട്ട് പണിയാനായിട്ട്. റിസോർട്ട് പണിയാൻ പറ്റിയ ഒരു ഏരിയയാണിത്. നല്ല വ്യൂ ആണ് കേട്ടോ. അവിടെ നിന്നാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇങ്ങോട്ടൊക്കെ വന്നിട്ട് ഒത്തിരി നാളായി. അതുകൊണ്ട് മൊത്തം കാട് കയറി കിടക്കുകയാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് ചവിട്ടി ഒതുക്കി ആണ് ഞങ്ങൾ നടന്നു പോകുന്നത്. നല്ല വ്യൂ ഉള്ള സ്ഥലമാണ്. മൂന്നാർ, പൂമ്പൻപാറ, ആനച്ചാൽ, അങ്ങനെ ഈ ഭാഗത്ത് എല്ലാ സ്ഥലങ്ങളും ഇവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ. നല്ല പൊരിഞ്ഞ വെയിലായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ. 12 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ വന്നത്. വൈകുന്നേര സമയങ്ങളിലൊക്കെ ആണെങ്കിൽ ഇവിടെ വന്നിരിക്കാൻ നല്ല പറ്റിയ സ്ഥലമാണ്. 80 ഡിഗ്രിയിൽ നമുക്ക് നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റും. 3 റിസോർട്ടുകളാണ് കേട്ടോ അതിൻ്റെ അടുത്തുള്ളത്. 1 ട്രെയിൻ ക്യാച്ചർ, 2 മറ്റേ അതിന് തൊട്ട് താഴെ തന്നെ ക്യാമ്പിലെ ലിറ്റേറിയ, പിന്നെ ഒരു റിസോർട്ടുകളുണ്ട് കേട്ടോ. കാസ അമ്പാരി അങ്ങനെ എന്താണ് പേര് ഞാൻ ഓർക്കുന്നില്ല. അത് നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ്. ഈ വസ്തുവിൻ്റെ താഴെയായിട്ടാണ് ആ റിസോർട്ട് വരുന്നത്. 3 നല്ല തിരക്കാണ്. സിനിമാക്കാരൊക്കെ ഒത്തിരി പേര് വരുന്ന റിസോർട്ടുകളാണ്. കാരണം മൂന്നാറൊക്കെ പോകുന്നവർക്കാണെങ്കിൽ സ്റ്റേ ചെയ്യാൻ പറ്റിയ റിസോർട്ടുകളാണ്. ആ റിസോർട്ടിൻ്റെ ട്രെയിൻ ക്യാച്ചർ റിസോർട്ടിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇതിനകത്ത് ചേർത്തേക്കാം കേട്ടോ.